അമേരിക്കയെ അമിതമായി വിശ്വസിക്കരുത് എന്ന് ഖുമൈനി പറഞ്ഞിട്ടുണ്ട്. അതായത് ഇദ്ദേഹത്തിൻ്റെ ശത്രുവായിട്ടുള്ള അമേരിക്ക, അവരുമായി ചർച്ചയ്ക്ക് പോകാം. ആ ചർച്ച എന്ന് പറയുന്നത് ആണവ പദ്ധതി, അത് US-ഉമായിട്ട് ഞങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറാണ് എന്നാണ് ഖുമൈനി പറയുന്നത്. പക്ഷേ അവരെ അമിതമായി വിശ്വസിക്കരുതെന്ന് അവിടുത്തെ പ്രധാനമന്ത്രിക്ക്, പരിഷ്കരണവാദിയാണല്ലോ അദ്ദേഹം, മസൂദ് പെസഷ്കിയാന് ഉപദേശവും കൊടുത്തിട്ടുണ്ട്. ചർച്ച ചെയ്തോളൂ, പക്ഷേ അമേരിക്കയെ അമിതമായി വിശ്വസിക്കരുത്. സത്യമാണ്. ഇത് ഇറാനെ പറ്റി നമുക്കും പറയാം, ചർച്ച ചെയ്തോളൂ, അതിനെ വിശ്വസിക്കരുത്. ഇൻ്റർനാഷണൽ പൊളിറ്റിക്സിൽ ഒരുത്തനെയും വിശ്വസിക്കരുത്. അതിലെ പൊളിറ്റിക്സിൽ പിതൃശൂന്യതയുടെ തലമുണ്ട്. ഇൻ്റർനാഷണൽ പൊളിറ്റിക്സ് ആകുമ്പോൾ അതിൻ്റെ വോളിയം കൂടി വരും. അമേരിക്കയാണ് വളരെ വലിയ തലത്തിലേക്ക് അതിൻ്റെ വോളിയം കൂടും. അത്രയേ ഉള്ളൂ. അതിൻ്റെ ഈ വിശ്വസിക്കാൻ കൊള്ളാത്ത ആളുകളുമായിട്ട് ചർച്ചയ്ക്ക് പോകേണ്ട അല്ല, അതേ പറ്റുള്ളൂ. എല്ലാവരും വിശ്വസിക്കാൻ കൊള്ളാത്ത ആളുകളാകുമ്പോൾ നിങ്ങൾക്ക് ചർച്ച ചെയ്യണമെങ്കിൽ നിങ്ങളെ വിശ്വസിക്കാൻ കൊള്ളില്ല, അവരെയും വിശ്വസിക്കാൻ കൊള്ളില്ല. നിങ്ങൾ ഇസ്ലാമിക് ഇമ്പീരിയലിസത്തിൻ്റെ ആളാണ്, അവർ ക്യാപിറ്റലിസ്റ്റ് ഇമ്പീരിയലിസത്തിൻ്റെ ആളാണ്. അപ്പോൾ നിങ്ങൾ രണ്ടുപേരെയും വിശ്വസിക്കാൻ കൊള്ളില്ല, നിങ്ങൾ രണ്ടുപേരും കള്ളന്മാരാണ്. അപ്പോൾ ഒരു കള്ളൻ മറ്റൊരു കള്ളനോട് ചർച്ച ചെയ്യുമ്പോൾ സ്വാഭാവിക ഒരു കരുതലെടുക്കും. അല്ല, ഒരു ശുദ്ധൻ ഈ ലോക പൊളിറ്റിക്സ് രാഷ്ട്രീയത്തിലുള്ളത് ഒരു ശുദ്ധനും ഒരു വില്ലനും അല്ല. മനസ്സിലായില്ലേ? ദൈവവും സാത്താനുള്ള കഥകൾ മാത്രമാണ്. ബാക്കിയെല്ലാം തന്നെ ഈ ചെകുത്താൻ്റെ വകഭേദങ്ങളാണ്. എസ്പെഷ്യലി പൊളിറ്റിക്സിലുള്ള ചെകുത്താൻ്റെ വകഭേദങ്ങളാണ്. അതിൽ അധികം മോശമല്ലാത്ത ചെകുത്താനും നിങ്ങൾക്ക് നിങ്ങളുടെ വശത്ത് കൂട്ടാം. അല്ല, ഇതിൻ്റെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത് ഈ സാമ്പത്തിക ഉപരോധം അമേരിക്ക ഏർപ്പെടുത്തില്ല ഇറാൻ. ആ സാമ്പത്തിക ഉപരോധം പരിമിതപ്പെടുത്തണം, നീക്കുന്നതിന് പകരമായിട്ട് ഈ ആണവ പദ്ധതികൾ പരിമിതപ്പെടുത്തണം എന്ന് ഇറാനെ ആയിട്ട് കരാറുണ്ടായിരുന്നു, അമേരിക്കയും ഇറാനും. 2015 ആ കരാർ. പക്ഷേ അത് 2018 US പിന്മാറി, ആ കരാറിൽ നിന്ന് പിന്മാറി. അതോടുകൂടി അത് പൊളിഞ്ഞു. സാമ്പത്തിക ഒബാമ കൊണ്ടുവന്നു. അതെ, സാമ്പത്തിക വിരോധം അവിടെ നിൽക്കുകയും ഈ കരാറിൽ നിന്ന് US പിന്മാറുകയും ചെയ്തു. അപ്പോൾ ഇപ്പോഴത്തെ ഈ പ്രതിസന്ധി ഘട്ടത്തിലാണ് എന്നാൽ പിന്നെ ചർച്ചയ്ക്ക് തയ്യാർ എന്ന് ഇറാന് ചുറ്റും ഇസ്രായേലുമായി പ്രശ്നങ്ങളിലേക്ക് പോകുന്നു, അമേരിക്കയുമായി യുദ്ധം ചെയ്യണമെന്ന് ഇടയ്ക്ക് പറയുന്നു. അപ്പോൾ ആ സമയത്ത് ഇറാനെ സംബന്ധിച്ച് സാമ്പത്തികമായ പ്രതിസന്ധി അവരെ വല്ലാതെ വലട്ടുന്നുണ്ടോ? ഈ ഒബാമയുടെ സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ ഉണ്ട്, അവിടെ ദാരിദ്ര്യവും കഷ്ടപ്പാടൊക്കെ ഉണ്ട്. കാരണം ഈ കുറേ കാലമായിട്ട് അവർ ഈ പറയുന്ന എക്കണോമിക് സാങ്ഷൻസിൻ്റെ അണ്ടറിലാണ്. അതിൻ്റേതായ പ്രോബ്ലം അവർക്കുണ്ട്. അത് ഈ സത്യത്തിൽ ഈ എക്കണോമിക് സാങ്ഷൻസ് ഇല്ലായിരുന്നെങ്കിൽ അവർ വളരെ പെട്ടെന്ന് ഡെവലപ്ഡ് നാഷൻ ആവേണ്ട രാജ്യമാണ്. പക്ഷേ ഇക്കണോമിക് സാങ്ഷൻസ് വന്നോട് കൂടിയിട്ടാണ് പ്രശ്നം. ഈ ഇസ്ലാമിക് റവല്യൂഷനാണ് ആ രാജ്യത്തെ നശിപ്പിച്ചത്. ഈ ഇസ്ലാമിക് റവല്യൂഷൻ ഒരു പൊപ്പകാരൻ്റെ മെഷീനായിരുന്നു. ഇസ്ലാമിസ്റ്റുകൾ നടത്തിയ പൊപ്പകാരൻ്റെ മെഷീനായിരുന്നു. സത്യത്തിൽ അവരെന്നാൽ ഇസ്ലാമിക് റവല്യൂഷൻ നടന്നിട്ട് ആ രാജ്യം ഇപ്പം ഡെവലപ്ഡ് ആയി പോകുമായിരുന്നു. അതിനുശേഷം രാജ്യത്തിനെയും പിന്നോട്ട്, താലിബാനല്ല സത്യത്തിൽ പിന്നോട്ട് വലിച്ചേ വരാം. പക്ഷേ താലിബാനെ പോലെ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം കൊടുക്കാതിരിക്കുന്നില്ല, വിദ്യാഭ്യാസം കൊടുക്കുക. പട്ടാളത്തിൽ പോലും സ്ത്രീകളുണ്ട്, അതൊക്കെ അവിടുത്തെ പോസിറ്റീവായിട്ടുള്ള ആസ്പെക്റ്റാണ്. പക്ഷേ സ്റ്റിൽ ദേ ആർ കൈൻഡ് ഓഫ് താലിബാൻ, അതിൽ സംശയമൊന്നുമില്ല. ഇറാനിയൻ സിനിമകളും വരുന്നുണ്ട്. സിനിമകളും വരുന്നുണ്ട്. പക്ഷേ സിനിമയിപ്പം അവിടുത്തെ ഏറ്റവും വലിയൊരു സംവിധായകനല്ലേ പനാഹി, ജാഫർ പനാഹി. അപ്പം പനാഹി ഇപ്പം ജയിലല്ലേ, അവിടുത്തെ രാജകുടുംബത്തിൽ പെട്ട ആളാണ്. അപ്പം അവരൊക്കെ തന്നെ ഈ റെസ്ട്രിക്ഷൻസിനുള്ളിൽ നിന്നുകൊണ്ടാണ് സിനിമകൾ എടുക്കുന്നത്. അപ്പം നിങ്ങൾ നോക്കി, റെസ്ട്രിക്ഷൻസ് ഇല്ലെങ്കിൽ എത്ര നല്ല സിനിമകൾ അവിടെ നിന്ന് വരുമായിരുന്നു. ഇറാൻ എന്ന് വെച്ചാൽ ലോകത്തെ ഏറ്റവും ആദ്യത്തെ സാമ്രാജ്യം ചരിത്രത്തിൽ ഇറാനിയൻ സാമ്രാജ്യമാണ്. പേരേ മറന്നുപോയി. ഫസ്റ്റ് സാമ്രാജ്യം ഇറാനിയനാണ്. അപ്പോൾ അങ്ങനെ സെർസസ് ഇന്ത്യ വരെ അവർ കീഴടക്കുന്നു. ഗ്രീക്ക് തൊട്ട് ഇന്ത്യ വരെ കീഴടക്കിയ ആളുകളാണ്. ഏറ്റവും ആദ്യത്തെ എംപയറാണ്. അങ്ങനെ ബുദ്ധിശക്തിയും കാണാനും ഭയങ്കര സുന്ദരന്മാരാണ്. ആര്യന്മാരുടെ ഹോംലാൻഡാണ് ഇറാൻ. അപ്പോൾ കാണാനും ഭയങ്കര സുന്ദരന്മാരാണ്. യൂറോപ്പിനോട് ചേർന്ന് നിൽക്കുന്ന സ്ഥലമാണ്. വിശാലമായ പ്രദേശങ്ങളുണ്ട്. പിന്നെ അവിടെ ജോഗ്രഫി വളരെ മനമയക്കുന്ന ജോഗ്രഫിയാണ്. അങ്ങനെ നല്ലൊരു പ്രദേശമാണ് ഇറാൻ. അവിടെ പാകപ്പാടെ വന്നതെന്ന് വെച്ചാൽ ഈ മതമൗലികവാദം, അത് ഒരു മതത്തിൻ്റെ പ്രശ്നമല്ല, അവിടെ ഇപ്പോൾ ഇസ്ലാമാണെന്നുള്ളതേ ഉള്ളൂ. ഈ മതമൗലികവാദമാണ് രാജ്യത്തെ നശിപ്പിക്കുന്നത്. അത് ഷിയാക്കളുടേതാണ്. അവരിപ്പോൾ ലോക പോലീസാകാൻ നോക്കുകയാണ്. പക്ഷേ അതിനുള്ള മീൻസ് അവരെ കയ്യിലില്ല എന്നുള്ളതാണ്. എന്താണ് അതിൻ്റെ കാര്യം? ഷിയാകളാണ് കൂടുതൽ അവിടെ അല്ലേ? ഷിയാ രാജ്യമാണത്. അവരിപ്പോൾ ലോകത്തെ മുസ്ലിങ്ങളെ ചാമ്പ്യന്മാരാണെന്ന് നോക്കുകയാണ്. അത് സൗദി അറേബ്യ സമ്മതിക്കും. ഷിയാക്കളും മുസ്ലിങ്ങളെ ചാമ്പ്യന്മാരാണ്. അതാണ് ഇസ്രായേലായിട്ട് അവരായിട്ടൊക്കെ ഉരച്ചു നോക്കാനുള്ള ധൈര്യമുള്ളൂ, മുട്ടാനുള്ള ധൈര്യമില്ല. അതുകൊണ്ടായിരിക്കും ഈ ചർച്ചയിലേക്ക് പോകുന്ന ആണവ പദ്ധതിയുമായിട്ട് സഹകരിക്കാൻ ഞങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറല്ല. ഇതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഈ ഒബാമയുടെ കാലഘട്ടത്തിൽ നമ്മൾ ഇവർ തമ്മിൽ ബന്ധം നന്നാവുമെന്ന് വിചാരിച്ചതാണ്. ഒബാമ ഒരുപാട് ഇനീഷ്യേറ്റീവ് എടുത്ത്. ട്രംപിന് ഇവരെ കണ്ണെടുത്ത കണ്ടുകൂടാ. ട്രംപ് പൊട്ടിച്ചു കളഞ്ഞു. ഈ ഇനീഷ്യേറ്റീവ്സ് മൊത്തം അങ്ങനെ പൊട്ടിച്ചു കളഞ്ഞു. അതാണ് റിപ്പബ്ലിക്കൻസ് ഇത്തരം കാര്യങ്ങൾ വളരെ ഹാർഷായിട്ടുള്ള നിലപാടെടുക്കുന്ന ആളുകളാണ്.
ഡെമോക്രാറ്റ്സ് വരുമ്പോൾ ഒന്ന് ഭേദപ്പെടും. അപ്പം പക്ഷേ ഒരു പ്രശ്നമുണ്ട്. അതായത് അമേരിക്കൻ എംബസി പണ്ട് ഇവർ വലിയ എംബസി ഉദ്യോഗസ്ഥന്മാരൊക്കെ വിപ്ലവത്തിന് ശേഷം തടഞ്ഞു വെച്ചത് അത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണത്. അത് അവസാനം അമേരിക്ക വളരെ സാഹസപ്പെട്ടാണ് അവരെ ഉദ്യോഗസ്ഥന്മാരെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നത് ഇസ്രായേലും. ഇങ്ങനെ ഒരു ബാക്ക്ലോഗ് കിടക്കുന്നുണ്ട്, അതാണ് കാര്യം. പിന്നെ അവിടെ ഇപ്പോൾ എന്ന് വെച്ചാൽ കാര്യം എന്ന് വെച്ചാൽ വൻതോതിലുള്ള മൊസാദിൻ്റെയും CIA പെനിട്രേഷൻ നടക്കുന്നുണ്ട് അവിടെ ആ പ്രദേശത്ത് ആളുകളുടെ ഇടയിൽ. അത് അവിടെ പട്ടാളത്തിനിടയിലുണ്ട്. അത് ഇപ്പോൾ ഈ അടുത്തിടെ നടന്ന 2 മരണങ്ങൾ അവരെ ശരിക്കും പിടിച്ചു കുലുക്കിയിട്ടുണ്ട്. അതാണ് ഇപ്പോൾ ചർച്ചയ്ക്ക് തയ്യാറായത്. ഇറാൻ പല ഘട്ടങ്ങളിലും ആണവായുധം നിർമ്മിക്കുന്നതിൻ്റെ അടുത്ത് വരെ എത്തിയതാണ്. ഒരു തവണ ഇസ്രായേൽ വന്ന് ബോംബ് ചെയ്തു, പിന്നെ അമേരിക്കൻ സാങ്ഷൻ കടുത്തു. അപ്പോൾ അവന് വളരെ അടുത്താണ് അണുബോംബ് ഉണ്ടാക്കുന്നതിന്. അണുബോംബ് ഉണ്ടാക്കി കഴിഞ്ഞുള്ള കാര്യം അവർ സേഫായി. അണുബോംബ് ആ പോയിന്റിലേക്കാണ് വരുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ ഈ സംഘർഷ പശ്ചാത്തലത്തിൽ ഒരു അണുബോംബ് കയ്യിലുണ്ടെങ്കിൽ അതൊരു കരുത്താണെന്ന് ചിന്തിക്കുന്നതുകൊണ്ടാണ് ഇപ്പോൾ ഈ ചർച്ചയ്ക്ക് തയ്യാറായിട്ട് അവർ മുന്നോട്ട് വരുന്നത്. അല്ല, അതായിരിക്കും. പക്ഷേ അതിൻ്റെ പ്രശ്നമെന്ന് വെച്ചാൽ ഈ അണുബോംബ് ഉണ്ടാക്കാൻ ഇവർ സമ്മതിക്കില്ല. അന്നത്തെ ബോംബ് ചെയ്ത് കളയും. ഈ സമാധാനം അമേരിക്കയുടെ നിർദ്ദേശങ്ങൾ അനുസരിക്കാം എന്ന് തീരുമാനിച്ചാൽ മതി. അമേരിക്കയ്ക്ക് അറിയാമല്ലോ, നിങ്ങൾ പറഞ്ഞു പോകുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കും. എല്ലാ രാജ്യങ്ങൾക്കും അവരുടെ ദേശീയ താല്പര്യമല്ലേ പ്രധാനം. ദേശീയ താല്പര്യം വെച്ചാൽ അവിടെ ഭരിക്കുന്ന രാഷ്ട്രീയയുടെ താല്പര്യമാണ് അടുത്ത ദേശീയ താല്പര്യം. അവിടെ ഭരിക്കുന്നപ്പോൾ ഗൊമേനിയാണ്, ആര് വന്നാലും ഗൊമേനിയുടെ താല്പര്യമാണ്. ഇസ്ലാമിസമാണ് അടുത്ത ദേശീയ താല്പര്യം. ഇറാനിസം പോലുമല്ല, ഇസ്ലാമിസമാണ്. പരിഷ്കരണവാദിയാണ് അവിടുത്തെ പ്രധാനമന്ത്രി. അയാളായിട്ട് കാര്യമില്ലല്ലോ. പ്രധാനമന്ത്രി ആരായാലും ഭരിക്കുന്നത് RSS എന്ന് പറഞ്ഞവരാണ്. ഇന്ത്യയെ പ്രധാനമന്ത്രി ആരായാലും ഭരിക്കുന്ന RSS അല്ലേ. അതുപോലെ അവിടെ പ്രധാനമന്ത്രി ആരായാലും ഭരിക്കുന്നത് ഗൊമേനിയാണ്. പ്രസിഡന്റ് അവിടുത്തെ പ്രസഷ്കിയാൻ. അതെ. അപ്പം മറ്റേ നമ്മളവിടെയാണ് സംഘടന. അവിടെ ആണെങ്കിൽ ഇയാൾ ഗൊമേനിക്ക് ഇഷ്ടമില്ലാത്ത ഒരാൾക്ക് അവിടെ ഭരിക്കാൻ പറ്റില്ല. കാരണം ഗൊമേനിയുടെ സപ്പോർട്ട് എന്താ, ഈ ഗ്രാമപ്രദേശത്തിലെ പാവങ്ങളായ വിശ്വാസികളുണ്ട്, അവർക്ക് ഗൊമേനി ഭയങ്കര സംഭവമാണ്. അത് മാറ്റിയെടുക്കാനുള്ള ശ്രമം തുടങ്ങുന്നുണ്ട്, അത്ര എളുപ്പമല്ലത് നടക്കുന്നുണ്ട്, അത്ര എളുപ്പമല്ലത്. ആത്മീയ നേതാവ് നിലയിൽ അദ്ദേഹത്തിന് ഇപ്പോഴും സ്വാധീനമുണ്ട്. കാരണം ഈ ലോകം മൊത്തം തങ്ങളുടെ ശത്രുക്കളാണ് എന്നുള്ള ധാരണയിൽ ജീവിക്കുന്ന ജനതയാണ്. അപ്പോൾ ലോകം ഞങ്ങളെ തകർക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മളെ സംരക്ഷിക്കുന്നത് ഗൊമേനിയാണ്. അതാണ് ഗൊമേനിയുടെ വലിയ ആ ഒരു സ്റ്റാച്ചു ഉണ്ട് ഗ്രാമപ്രദേശം. നഗരങ്ങളിലില്ല. നഗരങ്ങളിൽ അതിശക്തമായ ആൻറ്റി ഗൊമേനിസമൊക്കെ ഉണ്ട്. പക്ഷേ ഗ്രാമപ്രദേശങ്ങൾ ആ ഒരു സ്റ്റാച്ചു ഉണ്ട്, ഒരു വിശ്വാസത്തിൻ്റെ ഒരു പിടുത്തം. ഇതിൻ്റെ മുകളാണ് അവർ നിൽക്കുന്നത്. അതുകൊണ്ട് ചർച്ചകളൊക്കെ നടക്കും. അത് വലിയ ഫലമൊന്നും ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇറാനെ സംബന്ധിച്ചിടത്തോളം ആറ്റം ബോംബ് കിട്ടിയാൽ അവർ സേഫായി. പക്ഷേ ഈ അവരതിന് ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അമേരിക്കയെ സംബന്ധിച്ച് അത് കടുത്ത നിർദ്ദേശങ്ങൾ വയ്ക്കുക, അവരത് ഒരുപക്ഷെ സമ്മതിക്കുകയും ചെയ്തില്ലല്ലോ. അതൊരു ബ്രേക്ക് ത്രൂ ഒക്കെ ഉണ്ടാകണം. വേറെ എന്തെങ്കിലും തീരുമാനങ്ങൾ വരണം. ഇപ്പോൾ ഇറാനെ കൊണ്ട് എന്തെങ്കിലും കച്ചവട ലാഭം, പിന്നെ ഈ വാൾ സ്ട്രീറ്റ് ഈ കാര്യങ്ങൾ തീരുമാനിക്കുന്ന ആളുകൾക്ക് വേണം. അങ്ങനെയാണെങ്കിൽ അവർ പറയും നമുക്കൊന്ന് നോക്കാം. അതല്ലാതെ എളുപ്പം നടക്കുന്ന ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. അത്ര എളുപ്പം പെട്ടെന്ന് ഫലം കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ ചർച്ചകൾ 2 സിസ്റ്റങ്ങൾ തമ്മിലാണ്. ഒന്നൊരു ക്യാപിറ്റലിസ്റ്റ് സിസ്റ്റവും ഒരു ഇസ്ലാമിസ്റ്റ് സിസ്റ്റവും തമ്മിലാണ് ചർച്ച നടക്കുന്നത്. ഇവർ രണ്ടുപേരും ഇമ്പീരിയലിസ്റ്റ് താല്പര്യങ്ങളുള്ളവരാണ്. അപ്പോൾ അങ്ങനെ താല്പര്യമുള്ള സ്ഥിതിക്ക് ആ ചർച്ചകളൊന്നും നമ്മൾ വിചാരിച്ച വേഗത്തിൽ മുന്നോട്ട്. ഇത് വൺ സൈഡ് സ്ട്രോങ് ആണെങ്കിൽ, ഐഡിയോളജിക്കലി സ്ട്രോങ്, മറ്റേ വളരെ വീക്കാണെങ്കിൽ നമുക്ക് ചർച്ച. ഇപ്പം ജപ്പാനും അമേരിക്കയും ചർച്ച നടത്തിയപ്പോൾ അമേരിക്ക പറഞ്ഞ മൊത്തം ജപ്പാൻ അങ്ങ് സ്വീകരിച്ചതാണ്. 2ാം ലോകമായുധം തോറ്റപ്പോൾ അമേരിക്കയും സിംഗപ്പൂരും തമ്മിൽ ചർച്ച ഉണ്ടെങ്കിൽ അമേരിക്ക എന്ത് പോകുന്നതൊക്കെ സിംഗപ്പൂർ ചെയ്തു കൊടുക്കും. അപ്പോൾ പിന്നെ പ്രശ്നമില്ല. ഇവിടെ അത് നടക്കില്ല. ഇപ്പോൾ മോഡി അമേരിക്കൻ ചർച്ച നടത്തിയതാണ് സ്ഥിതി. അമേരിക്ക അതൊന്നും എല്ലാം മോഡി ചെയ്തു കൊടുക്കില്ല. അങ്ങനെ മോഡിക്ക് പിന്നെ ശക്തമായ ഐഡിയോളജി ഉണ്ട്, ഹിന്ദുത്വം. അത് വിട്ട് മോഡി കളിക്കില്ല. അതാണ് കാര്യം. അതുമാത്രമല്ല, ഈ ഇറാനെ സംബന്ധിച്ച് ഇപ്പുറത്ത് ഹിസ്ബുള്ള തുടങ്ങിയ സംഘടനകളുണ്ടല്ലോ, അവരുടെയും കൂടെ താല്പര്യങ്ങൾ സംരക്ഷിക്കേണ്ടതില്ല. അവരെ വളർത്തിക്കൊണ്ടുവരുന്ന ഒരു പങ്കുള്ളപ്പം അതിലൂടെ അത് പിന്നെ അത് വേണമെങ്കിൽ അവർ ഒഴിവാക്കും. പക്ഷെ അവരുടെ ബേസിസ് അണുബോംബ് ഉണ്ടാക്കുന്നുള്ള അവരുടെ ഒരു സ്വപ്നമാണ്. അതിൻ്റെ അവർ പിന്നോട്ടടിക്കുന്നത് എനിക്ക് തോന്നുന്നില്ല. അവരതിൻ്റെ അടുത്തെത്തിയിട്ടുമുണ്ട്. പക്ഷെ ആ ഒരു എന്താ പറയുക, താലികെട്ട്, ഈ സിദ്ദീഖ് ലാലിൻ്റെ സിനിമയിലെ താലികെട്ട് സീനുമല്ലാണ്, അതിൻ്റെ അടുത്ത് വരെ എത്തിയിട്ടുണ്ട്. താലി കെട്ടിയാൽ മതി. ആ താലി കെട്ടാൻ സമ്മതിക്കാത്ത പ്രശ്നമാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇൻ ബിറ്റ്വീൻ ഈ സംഘർഷങ്ങളൊരു അയവ് വരാൻ അവർ ആഗ്രഹിക്കുന്നുണ്ടാവും. അങ്ങനെ സംഘർഷത്തിൽ എത്ര കാലം ജീവിക്കുക. പക്ഷെ അത്ര എളുപ്പമല്ല. അമേരിക്കയിൽ ട്രംപ് വരുമ്പോൾ അത് പിന്നെ കടുക്കും. അതാണ് കാര്യം. ട്രംപിന് ഇറാനോട് താല്പര്യമില്ല. ട്രംപിന് താല്പര്യമില്ല. പക്ഷെ പണ്ട് ഇറാഖുമായിട്ട് ഒരു യുദ്ധം ചെയ്ത സമയത്ത് അമേരിക്ക ഇറാനോടൊപ്പമായിരുന്നില്ല. അല്ലല്ല, ഇറാഖിനൊപ്പമായിരുന്നു. ദേ ആക്ച്വലി സപ്പോർട്ടഡ് സദ്ദാം ഹുസൈൻ. പിന്നീടാണ് തെറ്റുന്നത്. പിന്നെ അത് തെറ്റുന്നത്.
അമേരിക്ക വന്നിട്ടാണ് അവർ യുദ്ധം ചെയ്തത് തന്നെ. ഉം, ഉം, ഉം. പിന്നെ 5 വർഷം യുദ്ധം കഴിഞ്ഞതിന് ശേഷം സദ്ദാം ഹുസൈൻ നമ്മൾ വലിയ എങ്ങനെയാണല്ലോ മറ്റൊരുത്തൻ്റെ കൈവിൽ യുദ്ധമൊക്കെ ചെയ്തിട്ട് മറ്റവൻ്റെ ജീപ്സി എടുത്തുകൊണ്ട് പോയി ആളായിട്ട് കുറച്ച് കഴിയുമ്പോൾ ഈ ജീപ്സി സ്വന്തം ജീപ്സി എന്ന് വിചാരിക്കുന്ന ഒരു സ്വഭാവം പിള്ളേരുടെ ഇടയിലുണ്ട്. അപ്പോൾ അതുപോലെയാണ് ആയിരുന്നു ഈ സദ്ദാം ഹുസൈൻ. അമേരിക്കൻ സപ്പോർട്ടോട് യുദ്ധം ജയിച്ചപ്പോൾ ഞാനെന്താ ഭയങ്കര സംഭവം അങ്ങനെ അമേരിക്കൻ ഇട്ട് മാന്തി.